നമ്മുടെ കവിയറെ കഴിച്ചു നോക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇങ്ങനെ കൈയുടെ ഈ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഹായ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഫുഡ് കവിയർ അതൊന്ന് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോവുകയാണ് നമ്മൾ. ആക്ച്വലി നമ്മൾ യൂട്യൂബിലൊക്കെ കണ്ട് ഒന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പാക്കിങ്ങും അതിൻ്റെ വിലയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആണ്. നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഗൈസ്, അപ്പോൾ ലോകത്തിലെ ഏറ്റവും വില കൂടിയ ഫുഡ് എന്നറിയപ്പെടുന്ന കവിയർ അങ്ങനെ നമ്മുടെ കയ്യിൽ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ ഓർഡർ ചെയ്ത് വെരി നെക്സ്റ്റ് ഡേ തന്നെ നമുക്ക് ഈ സാധനം ഡെലിവർ ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഓപ്പൺ ആക്കി കഴിയുമ്പോൾ ഒരു ബ്ലാക്കിഷ് കളറിലാണ്, ഒരു ഡാർക്ക് ഗ്രീനിഷ് എന്ന് വേണമെങ്കിൽ പറയാം, അതുപോലെ തോന്നിക്കുന്നൊരു കളറിലാണ് നമുക്ക് സാധനം കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇത് ഭയങ്കരമായിട്ട് സീൽ ചെയ്ത് നല്ല സേഫ് ആൻഡ് സെക്യൂർ ആയിട്ടാണ് സാധനം ഡെലിവർ ആയിരിക്കുന്നത്. കാരണം ഇത് ഫ്രഷ് ആയിട്ട് കിട്ടുന്ന ഒരു സംഭവമാണ്. ഇത് ഹാഫ് കുക്ക്ഡ് ആണെന്നും പറയുന്നുണ്ട്. എനിവേ ഇതിൻ്റെ ഒരു അപ്പിയറൻസ് ഒക്കെ ഇങ്ങനെയാണ്. നമ്മൾ സാധാരണ ചെറിയ മീനൊക്കെ വയറിലൊക്കെ കാണുന്ന മുട്ടയുടെ കുറച്ചും കൂടി ഒരു വലിപ്പത്തിൽ, ഒന്നൊന്നിനെ തൊടാതെ എന്നാൽ കുറച്ച് സ്റ്റിക്കി ആയിട്ടാണ് കാണുന്നത്. അപ്പോൾ ഇത് വന്നേക്കുന്ന പാക്കേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു തെർമോക്കോളിൻ്റെ ബോക്സിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ആദ്യമായിട്ടാണ് കേട്ടോ ഇങ്ങനെ ഒരു സാധനം വാങ്ങിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണെന്നുള്ളത് അറിയാനായിട്ട് നമ്മളും ഭയങ്കരമായിട്ട് ക്യൂരിയസ് ആണ്. ഇപ്പോൾ നല്ല പോലെ സീൽ ചെയ്തിട്ടൊരു പാക്കിംഗ് ആണ്. നമ്മൾ മറ്റേ ബബിൾസൊക്കെ ഉള്ളൊരു കവറുണ്ടല്ലോ, അകത്തേട്ട് ഒരു രീതിയിലും ഒരു പ്രഷർ ജെല്ലോ അല്ലെങ്കിൽ ഇതിൻ്റെ അകത്തുള്ള സാധനങ്ങൾ ഞെങ്ങിപ്പോവുക ഒന്നും ചെയ്യത്തില്ലാത്ത രീതിയിലുള്ള ഒരു പാക്കിംഗ് ആണ്. ഭയങ്കര സെക്യൂർ ആയിട്ടുള്ളൊരു പാക്കിംഗ് ആണ്. അപ്പോൾ അതിൻ്റെ അകത്ത് ഒരു ഐസ് പാക്ക് വെച്ചിട്ട് ഫ്രഷ് ആയിട്ടാണ് നമുക്ക് ഈ സാധനം ഡെലിവർ ആയിരിക്കുന്നത്. ഇത് പൊട്ടിക്കാനായിട്ട്, ഇതൊന്ന് ഓപ്പൺ ചെയ്യാനായിട്ട് ഞങ്ങൾ കുറേ മെത്തേഡുകൾ നോക്കി. അവസാനം യൂട്യൂബിൽ നോക്കിയിട്ട് തന്നെ ഒരു മെത്തേഡ് കിട്ടിയിട്ടാണ് ഞങ്ങളിത് ഓപ്പൺ ചെയ്ത് നമ്മളൊരു നെയിൽ കട്ടറിൻ്റെ ഒരു സംഭവം വെച്ചിട്ടാണ് ഓപ്പൺ ചെയ്തത്. ഷാർപ്പായിട്ടുള്ള ഒരു ഒബ്ജക്റ്റ് വെച്ചിട്ടാണ് നമ്മൾ ഓപ്പൺ ചെയ്തത്. അപ്പം നമുക്കിതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. നല്ല ഉപ്പ് മാത്രമേ ഉള്ളൂ, അതായത് ഫിഷിന്റെ ഫ്ലേവർ, ഒരു ബട്ടറി ടേസ്റ്റ് വരും. ഓക്കെ, നല്ല ഉപ്പുണ്ട്. നല്ല ഉപ്പാണ് ഇതിന്റെ മെയിൻ ഫ്ലേവർ എന്ന് തോന്നുന്നത് അല്ലേ? ഫിഷിന്റെ ആ ഒരു ഇത് തോന്നുന്നു നമുക്ക് ഫ്ലേവർ. കുഴപ്പമില്ല. നമ്മുടെ കവിയറെ കഴിച്ചു നോക്കാനായിട്ട് പോകണം. അപ്പോൾ ഇതിൻ്റെ മെത്തേഡ് ഇങ്ങനെ കൈയുടെ ഈ ഒരു ഭാഗത്ത് സ്പ്രെഡ് ചെയ്തിട്ട് കഴിക്കുന്നത്. അപ്പോൾ ടേസ്റ്റ് ചെയ്ത് നോക്കാം. മത്തിയൊക്കെ വെട്ടുന്ന സമയത്ത് കുടലിൻ്റെ മണം വരത്തില്ലേ, ഉളുമ്പിയവ. ഭയങ്കര ഉളുമ്പ് ടേസ്റ്റും ഭയങ്കര ഉപ്പും. അയ്യോ, പറ്റത്തില്ല, ഒരു രക്ഷയില്ല കേട്ടോ. ചിലർക്ക് കഴിക്കാൻ പറ്റുമായിരിക്കും, പക്ഷെ എനിക്ക് പറ്റിയില്ല. തനി ഉളുമ്പ്. മീനിൻ്റെ ഇപ്പോൾ ഫ്ലഷൊക്കെ കഴിക്കുകയാണെങ്കിൽ ഇത്ര ഒരു ഉളുമ്പിയോ കാണുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ മീനിൻ്റെ കുടലിൻ്റെ ഏതാണ്ട് മണമൊക്കെ പോലെ തോന്നുന്നു. ഇതാണ് ലോകത്തിലെ ഏറ്റവും വിലയുള്ള ഫുഡ്. പക്ഷെ നമ്മളതിനെ എന്നാ പറയുന്നേ, ആക്ഷേപിക്കുന്നൊന്നുമല്ല കേട്ടോ. എനിക്ക് പറ്റിയില്ല. ഭയങ്കര ഉളുമ്പാണ്. ഈ ഫിഷിന്റെ ഫ്ലേവറൊന്നും അല്ലെ കടലിന്റെ ടേസ്റ്റ് എന്നൊക്കെ പറയുമ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ മീനിന്റെ ഒരു ഉളുമ്പ് ടേസ്റ്റ് പോലെ എനിക്ക് തോന്നിയത്. ഭയങ്കര വേറൊന്നുമില്ല, ഉപ്പും ഉളുമ്പിയോവേ അല്ലേ? ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ കവിയർ നമ്മൾ ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ ഒത്തിരി എക്സ്പെക്റ്റേഷനോടെ ചെയ്തൊരു വീഡിയോ ആയിരുന്നു. എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചെയ്ത് കണ്ടിട്ടുണ്ട്. അപ്പം അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു സാധനമാണ്. അപ്പം അതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയാനുള്ളൊരു ക്യൂരിയോസിറ്റി. പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് പോളോ തിന്നേണ്ട അവസ്ഥയായി. എനിവേ
നമുക്ക് ആ ടേസ്റ്റ് അങ്ങോട്ട് അത്ര നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. പക്ഷെ ഇപ്പൊ വെറൈറ്റി ആയിട്ടുള്ള ഫുഡ് ടേസ്റ്റ് ചെയ്യണം എന്ന് ആഗ്രഹമുള്ള ഒരുപാട് ആൾക്കാരുണ്ടല്ലോ. അങ്ങനെയുള്ളവർക്ക് മസ്റ്റ് ട്രൈ ആണ്, ചെയ്ത് നോക്കണം. അതായത് വെറൈറ്റി ഓഫ് ഫുഡിനെ പറ്റിയിട്ട് വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആൾക്കാർ, അല്ലെങ്കിൽ ടേസ്റ്റ് ചെയ്യാൻ ആഗ്രഹമുള്ള ആൾക്കാർ ലൈഫിൽ ഒരു തവണയെങ്കിലും ടേസ്റ്റ് ചെയ്ത് നോക്കണം. ആക്ച്വലി ഇതിപ്പോ ഈ ടച്ചിങ്സിനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സംഭവം ആയതുകൊണ്ട് കഴിക്കുമ്പം അതിനുശേഷം നമ്മള് ഷാമ്പയിനോ കാര്യങ്ങളൊക്കെ കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ടേസ്റ്റ് നമുക്ക് അത്ര ഒരു പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അല്ലെങ്കിൽ ഷാമ്പയിന്റെ കൂടത്തിലാണ് ഇത് കഴിക്കേണ്ടതെന്നാട്ടാ പറയുന്നത്. നമുക്കത് മിസ് ആയതുകൊണ്ട് നേരത്തെ ആക്ച്വലി ഇത് എല്ലാരും പല വീഡിയോയിലും നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ, ഇത് ടച്ചിങ്സ് ആയിട്ടാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ശരിയാ. അപ്പൊ ഷാമ്പയിൻ കുടിക്കുക അല്ലെങ്കിൽ വോഡ്ക കുടിക്കുക, അപ്പൊ ചിലപ്പോ ഈ പറഞ്ഞ പോലെ ഈ ടേസ്റ്റ് നമുക്കൊരു ഇഷ്ടപ്പെടും, അല്ലെങ്കിൽ അത് അറിയാത്ത രീതിയിൽ നമുക്ക് അങ്ങോട്ട് പോകും എന്നുള്ളതാണ്. പക്ഷെ അതല്ലാതെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു മീനിന്റെ ഉള്ള ആ ഒരു ഇതുണ്ടല്ലോ ഫ്ലേവർ, അതായിട്ട് തന്നെയാണ് നമുക്ക് ഫീൽ ചെയ്തത്. അതായത് ഇത് ഈ ബാറുകളിലാണ് സെർവ് ചെയ്തോണ്ടിരുന്നതെന്നാ പറയുന്നത്. അതായത് ബാറുകളിൽ നമ്മൾ കള്ളു കുടിക്കുന്നതിന് മുൻപായിട്ട് ഇത് കഴിക്കുമ്പം അതിന്റെ ഒരു ടേസ്റ്റ് കാരണം നമ്മൾ കൂടുതൽ എമൗണ്ട് ആൽക്കഹോൾ യൂസ് ചെയ്യുന്നതാണ്. ആ ഒരു പർപ്പസിന് വേണ്ടിയിട്ടാണ് നേരത്തെ തൊട്ട് ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പിന്നെ ഇതിന്റെ വിലയുടെ കാര്യം, ഇതിന്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ടാണ്. സ്റ്റർജൻ എന്ന് പറയുന്ന ഫിഷിന്റെ അതിന്റെ എഗ്ഗിന്റെ അവൈലബിലിറ്റി വളരെ കുറവായതുകൊണ്ടാണ് ഇത് ഇത്രയും എക്സ്പെൻസീവ് ആവുന്നത്. അല്ലാതെ ന്യൂട്രീഷണൽ വാല്യൂസിന്റെ കാര്യത്തിലോ ടേസ്റ്റിന്റെ കാര്യത്തിലോ ഒന്നും മുൻപന്തിയിൽ നിൽക്കുന്ന ഒരു ഐറ്റം ആയിട്ടൊന്നുമല്ല. സൈബീരിയൻ സ്റ്റർജൻ നമ്മൾ വാങ്ങിച്ചത് അതാണ്. നമുക്ക് ചേട്ടയ്ക്ക് പ്രത്യേകിച്ച് അത്രയും തോന്നിയില്ലെന്ന് തോന്നുന്നല്ലേ? ഇല്ല, കഴിക്കാം. നമ്മളിപ്പോ എന്തായാലും നമ്മൾ ഇത്ര റേറ്റ് ഉള്ള സാധനം മേടിച്ചതല്ലേ, അപ്പൊ നമ്മള് കഴിക്കാന്നുള്ള. പക്ഷെ എനിക്ക് ഒട്ടും പറ്റിയില്ല. പിന്നെ ഈ പറഞ്ഞ പോലെയാണ്, നമ്മൾ ചിലപ്പോ ഒരു ഈ ടച്ചിങ്സ് എന്നുള്ള ലെവലിലേക്ക് ആകുമ്പോൾ എല്ലാവർക്കും തന്നെ കഴിക്കാൻ പറ്റുമായിരിക്കും. പിന്നെ മറ്റേ സുഷി കഴിക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർക്കും ചിലപ്പം ട്രൈ ചെയ്യാൻ പറ്റുന്ന ഐറ്റം ആയിരിക്കും. എനിവേ നമുക്ക് വലിയ ഇഷ്ടപ്പെട്ടില്ലെന്ന് തന്നെ പറയാം. എനിവേ ട്രൈ ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ട്രൈ ചെയ്ത് നോക്കാം. അപ്പൊ നമുക്ക് ആക്ച്വലി നമ്മളിപ്പോ മേടിച്ച സാധനത്തിന് അതിന് എത്രയായി റേറ്റ്? അതിന്റെ റേറ്റ് ഏകദേശം 5000 അടുത്ത്. നമ്മള് 15 ഗ്രാം ആണ് മേടിച്ചത്. നമ്മള് മേടിച്ച ആ ഒരു ചെറിയ ബോക്സ് എന്ന് പറയുന്ന സാധനം അത് 15 ഗ്രാം ആണ്. 15 ഗ്രാം ആണ് അതുള്ളത്. അപ്പൊ 20 ലക്ഷം രൂപ വരെ വിലയൊക്കെ ഉണ്ട്. പല ബ്രാൻഡ് അല്ലെങ്കിൽ ഇതിൽ വരുന്നതിന് അത്രയൊക്കെ റേറ്റ് വരുന്നുണ്ട്. പക്ഷെ നമ്മൾ മേടിച്ചത് 15 ഗ്രാമിന് നമ്മൾ ഇന്ത്യൻ മണി പറയുമ്പോൾ ഒരു 5000 മിച്ചം വന്നിട്ടുണ്ട്. 5000 മുകളിൽ മേളിലായിട്ടുണ്ട്. എനിവേ എല്ലാവർക്കും ഒന്ന് ട്രൈ ചെയ്യാം. ഇതിപ്പം എന്നും മേടിച്ച് കവിയർ ആരും കഴിക്കുന്നില്ലല്ലോ. അതെ, അത് ശരിയാ. ഇത് നമ്മൾ സ്ഥിരം കഴിക്കുന്ന സാധനമൊന്നും ലൈഫിൽ ഒരു തവണയെങ്കിലും കഴിക്കാം, ടേസ്റ്റ് അറിഞ്ഞിരിക്കാം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷെ റിയൽ ഫുഡ് ലവേഴ്സ് ചിലപ്പം ആ ഒരു ഫ്ലേവറും ഇഷ്ടപ്പെടും. അതങ്ങനെയുണ്ട് കേട്ടോ, അതും കൂടെ ഉണ്ട്. അതിൻ്റെ അകത്തൊരു കാര്യമുണ്ട്. അതായത് നമ്മൾ ഈ ഫിഷിന്റെ ഫ്ലേവർ അതുപോലെ തന്നെ കുക്ക് ചെയ്ത് കഴിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. മീൻസ് അധികം ഓവർ കുക്ക് ചെയ്യാതെയും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ കഴിക്കുന്നവർക്കൊക്കെ ആ സാധനങ്ങൾ ഇഷ്ടപ്പെടും. സീ ഫുഡ് ലവേഴ്സിന് ഇഷ്ടപ്പെടാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അത്രേ ഉള്ളൂ ചെറിയ വീഡിയോ. അപ്പൊ വീണ്ടും അടുത്തൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.